ഹായ്, എല്ലാവർക്കും നമസ്കാരം. നാളെ ഒരു നിർണായക സുദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത 5 വർഷം നമ്മൾ ആർക്കൊപ്പം അല്ലെങ്കിൽ നമ്മളെ ആര് ഭരിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് നാളെ ഓരോരുത്തരും സമ്മതിദാനാവകാശം നിയോഗിക്കാൻ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ചെറിയൊരു അഭ്യർത്ഥനയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കൃത്യമായിട്ടും പറയുവാണെങ്കിൽ ഭാരതത്തിൻ്റെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന കാലഘട്ടം അറിയാം നമുക്ക്. അതിൻ്റെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളുടെ മനസ്സിലൂടെ നിങ്ങൾ റിവൈൻഡ് ചെയ്തിട്ട് ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും സുരക്ഷിതത്വം, നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വരും തലമുറയ്ക്കാണെങ്കിലും അവരുടെ സുരക്ഷിതത്വം, ഇവിടുത്തെ യുവതി യുവാക്കൾക്ക് അവരുടെ ജോലി സാധ്യത, അവർക്ക് ഇവിടെ നടത്തി വരാനുള്ള കാര്യങ്ങൾ, അതുപോലെ സാധാരണ ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മൾ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. രാജ്യം സമ്പദ്ഘടനയിൽ വളരെയധികം മുന്നോട്ട് പോകുന്നതും അത്തരം കാര്യങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം വീക്ഷണത്തിലൂടെ മുന്നോട്ട് വരുന്ന ഭരിക്കുവാൻ കഴിവുള്ള ഒരു ഭരണകൂടത്തെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കടമയാണ്. അതുകൊണ്ട് നാളെ നമ്മൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഓരോ സാഹചര്യങ്ങളും വിലയിരുത്തി വ്യക്തമായിട്ടുള്ള അന്ധമായ രാഷ്ട്രീയം മനസ്സിൽ കാണാതെ, രാഷ്ട്രീയം നല്ലതാണ്, രാഷ്ട്രീയത്തെ ഒരു രീതിയിൽ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്നതിന് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും രാജ്യപുരോഗതിയും രാജ്യസുരക്ഷയും കണക്കിലെടുക്കുമ്പോൾ, ഇവിടുത്തെ സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് ക്ഷേമങ്ങൾ കിട്ടുന്ന ആരൊക്കെയാണ്, അല്ലെങ്കിൽ അതെന്തൊക്കെയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ തീർച്ചയായിട്ടും വികസനത്തിന് നമ്മൾ തീർച്ചയായിട്ടും പ്രാധാന്യം നൽകിക്കൊണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലൂടെ ഓടിച്ചുകൊണ്ട് എല്ലാം ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും നിങ്ങളെല്ലാവരും വളരെയധികം ആലോചിച്ച്, കാരണം 5 വർഷത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം നാളെ തെറ്റായിപ്പോയി എന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു തീരുമാനം എടുത്ത് അവരുടേതായ സമ്മതിദാനാവകാശം വളരെ വിനയപൂർവ്വം വിവേകപൂർവ്വം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥനയോടുകൂടി നന്ദി.